എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 3 സെക്കൻഡുള്ള വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ചതിന് നയൻതാരയ്ക്കെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ് നടൻ ധനുഷിന്റെ വക്കീൽ നോട്ടീസ്. 3 സെക്കൻഡ് മാത്രം ഉള്ള വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ചതിന് ഈ 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കാൻ ധനുഷിനൊക്കെ ഇത്രയും അധികം ദാരിദ്ര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിന്റെ പിന്നിലുള്ള കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ 3 പേജുള്ള ഒരു കത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനകത്ത് ധനുഷിനെതിരെയുള്ള വിവാദ പരാമർശങ്ങളായിരുന്നു. അത്തരത്തിലുള്ള ഒരു പരാമർശം അടങ്ങിയ കത്ത് പ്രസിദ്ധീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നയൻതാരയുടെ ജീവിതവും സിനിമാ ജീവിതവും പ്രണയവും വിവാഹവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവര് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇവർ 2015 അഭിനയിച്ച് ഇവരുടെ ഭർത്താവായ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുകയും അതുപോലെ തന്നെ ധനുഷ് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ഞാൻ റൗഡിദാൻ എന്നുള്ള സിനിമയിലെ കുറച്ച് പാട്ടുകൾ, 3 സെക്കൻഡ് മാത്രമുള്ള പാട്ടുകൾ ഈ ട്രെയിലറിൽ ചേർക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ട്രെയിലറിൽ ഈ 3 സെക്കൻഡുള്ള പാട്ട് ചേർത്തതിന്റെ ഭാഗമായിട്ടാണ് ധനുഷ് നയൻതാരയ്ക്കെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് ഇതുപോലെ വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കത്തിൽ പ്രധാനമായിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ നയൻതാരയ്ക്ക് 40 വയസ്സ് തികയാണ് ഈ നവംബർ 18-ന്. അന്നാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു ഡോക്യുമെന്ററി പ്രസിദ്ധീകരിക്കാൻ ഇവർ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഡോക്യുമെന്ററിയിൽ ഈ നയൻതാരയുടെ പങ്കാളിയായ വിഘ്നേഷ് ശിവൻ 2015-ലാണ് ഞാനും റൗഡിദാൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്യുന്നത്. ആ സെറ്റിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുകയും പ്രണയിക്കുകയും പിന്നെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യത കണക്കിലെടുത്ത് ഈ ഡോക്യുമെന്ററിയിൽ ആ സിനിമയിലെ ചില ഭാഗങ്ങളും കൂടെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാവായ ധനുഷിന് ഇവർ കത്തയക്കുകയും നേരിട്ട് കാണുകയും ഒരുപാട് പ്രാവശ്യം ഈ കോപ്പിറൈറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടും ഈ ധനുഷ് മറുപടി ഒന്നും നൽകിയില്ല. മറുപടി നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തില് ട്രെയിലറിൽ 3 സെക്കൻഡ് മാത്രമുള്ള ഒരു പാട്ട് പ്രസിദ്ധീകരിച്ചതിന് ഈ നയൻതാരയ്ക്കെതിരെ 10 കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. നയൻതാര പുറത്തുവിട്ട 3 പേജുള്ള ഈ കത്തിലെ ഉള്ളടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ നയൻതാര പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു അഭിനേത്രിയാണ്, എനിക്ക് പാരമ്പര്യമൊന്നുമില്ല, അതായത് സിനിമാ പാരമ്പര്യമൊന്നുമില്ല. എന്നാൽ ധനുഷിനെ സംബന്ധിച്ച് ഒരുപാട് സിനിമാ പാരമ്പര്യമുള്ള സ്ഥലത്തു നിന്നാണ് വന്നത്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ ഇത്തരം ഒരു കാര്യത്തിന് ഈ ഒരു വലിയ തുകയൊക്കെ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ച സമയത്ത് എൻ്റെ കുടുംബത്തിൽ അത് വലിയ വിഷയമുണ്ടായി, എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ധനുഷിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും നയൻതാര ഇതിനകത്തിൽ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത് വലിയ ചർച്ചയാകുകയും പല പല തിയറികൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ധനുഷ് ഇത്തരത്തിൽ ഈ നയൻതാരയുടെ അടുത്ത് ഇങ്ങനെ വിരോധം വെച്ച് പുലർത്തുവാൻ, അതായത് നയൻതാര തന്നെ ഈ കത്തിൽ പറയുന്നുണ്ട്, വളരെ വർഷകാലമായിട്ട് എന്നോടും എൻ്റെ പങ്കാളിയോടും വളരെ രൂക്ഷമായ രീതിയിലുള്ള വിരോധമാണ് ഈ ധനുഷ് വെച്ച് പുലർത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ധനുഷ് വിരോധം വെച്ച് പുലർത്താനുള്ള കാര്യത്തെക്കുറിച്ച് പല തിയറികളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തമിഴ് നിർമ്മാതാക്കൾക്ക് ഈ നയൻതാര എന്ന് പറയുന്ന അഭിനേത്രിയെ അത്ര പിടുത്തമല്ല എന്നുള്ളതാണ്. തമിഴ് നിർമ്മാതാക്കൾക്ക് എന്തുകൊണ്ടാണ് നയൻതാര എന്ന അഭിനേത്രിയെ അത്ര പിടുത്തമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. ஷூட்டிங் வந்தவங்க 7 அசிஸ்டன்ட், ஒவ்வொருத்தருக்கும் 15,000. அப்போ 1 லட்சத்துக்கு மேல ஒரு நாளைக்கு 50 நாள் ஷூட்டிங்னா 50 லட்சம் ஜெயந்தாராவுடைய അസിസ്റ്റന്റുக்கு കൊടുത്തണം. അവங்களுக்கு ഇപ്പൊ 6 കോടിയോ 7 കോടിയോ. ഇദ്ദേഹം തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ഒരു നിർമ്മാതാവാണ്, ഒരു പഴയ നിർമ്മാതാവാണ്. ഇദ്ദേഹം നിർമ്മാതാക്കളുടെ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം നയൻതാരയെ കുറിച്ച് പറഞ്ഞത്. അതായത് നയൻതാര 5-6 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ 10-12 അസിസ്റ്റന്റ്മാരെയും കൊണ്ട് വരും. അവർക്കൊക്കെയും ഈ നിർമ്മാതാക്കൾ പണം നൽകണം എന്നൊക്കെ ഉള്ള ഒരു ആരോപണമാണ് ഈ ഒരു നിർമ്മാതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ നിർമ്മാതാവ് അല്ലാതെ വേറെ നിർമ്മാതാക്കളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നയൻതാര ഇങ്ങനെ വലിയ തുക വാങ്ങി സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പ്രൊമോഷൻ പരിപാടികൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരില്ല എന്ന് പ്രത്യേകമായിട്ട് ചില നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ അവകാശം വരികയാണെങ്കിൽ അതിനും പ്രത്യേകമായിട്ട് പണം നൽകണം എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഈ നയൻതാരയെ കുറിച്ച് വേറൊരു ആരോപണം ഒരു നിർമ്മാതാവ് പറയുണ്ടായി. അതായത് ഈ നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചത് ഒരു വാടക ഗർഭപാത്രത്തിലാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. അത് തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായ ഒരു കാര്യമാണ്, സിനിമാ വൃത്തങ്ങളുടെ ഇടയിലൊക്കെ വലിയ ചർച്ചയായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ നയൻതാര സെറ്റിൽ വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ നോക്കുവാൻ വേണ്ടി 2-3 ആയമാർ കാണും. അപ്പോൾ ഈ സെറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആയമാർക്കുള്ള ശമ്പളം, ഈ കുഞ്ഞുങ്ങളുടെ ചെലവ്, എല്ലാ കാര്യങ്ങളും ഈ നിർമ്മാതാക്കൾ വായിക്കണം എന്നാണ് ഈ നിർമ്മാതാക്കൾ ആരോപണമായിട്ട് പുറത്തു പറയുന്ന ഒരു കാര്യം. ചുരുക്കം പറഞ്ഞാൽ, നയൻതാരയെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ
ആ നിർമ്മാതാവിനെ കുത്തോള എടുപ്പിക്കുമെന്നാണ് തമിഴ് നിർമ്മാതാക്കളെല്ലാം പറയുന്നത്. നയൻതാര ഈ കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 2015 ഈ ധനുഷിന്റെ നിർമ്മാണത്തിൽ ഈ നയൻതാരയുടെ പങ്കാളിയായ വിനയ് ശിവം ഈ നാനും റൗഡിദാൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ധനുഷ് തന്നോടും തന്റെ പങ്കാളിയോടും വിരോധം വെച്ച് പുലർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിർമ്മാതാക്കളുടെയൊക്കെ പറച്ചിലും ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ പല ആളുകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, നിർമ്മാതാവ് എന്ന നിലയിൽ ഈ ധനുഷിന് എന്തോ തിക്ത അനുഭവം ഈ നയൻതാരയിൽ നിന്നുണ്ടായി, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ സിനിമയിലെ ഒരു പാട്ട് ഈ തന്റെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ശക്തമായ രീതിയിൽ ഈ ധനുഷ് എതിർത്തത് എന്നാണ് പറയുന്നത്. ഈ വിഷയം സംബന്ധിച്ച് തമിഴ്നാട്ടിലെ സിനിമാ വൃത്തങ്ങളിടയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട തിയറി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ നയൻതാരയെ സംബന്ധിക്കുന്ന ഈ ഡോക്യുമെന്ററി നയൻതാര ഈ നെറ്റ്ഫ്ലിക്സിന് വിറ്റിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്ററിയിൽ ഈ നയൻതാര അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമയിലെയും ചെറിയ ചെറിയ ഭാഗങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വലിയ വലിയ നിർമ്മാതാക്കളാണ്. അപ്പോൾ അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടണം എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നടപടി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ധനുഷ് ഇത്തരത്തിലൊരു ക്ലിപ്പിങ്ങുകൾ ചേർക്കുന്നതിന് അനുവാദം നൽകാതിരുന്നതും ഇത്തരത്തിൽ ട്രെയിലറിൽ ഒരു ചെറിയ 3 സെക്കൻഡ് ക്ലിപ്പിംഗ് ചേർത്തതിന് ഇത്ര വലിയ തുക നഷ്ടപരിഹാരം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. അത് പ്രധാനമായിട്ട് ഇങ്ങനെ നിർമ്മാതാക്കൾ ചേർന്ന് ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നയൻതാരയോടുള്ള ഒരു വിരോധമാണ്. ചുരുക്കം പറഞ്ഞാൽ വലിയൊരു പണിയാണ് നയൻതാരയ്ക്ക് നിർമ്മാതാക്കളെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ധനുഷ് ഇത്തരത്തില് വലിയ ഒരു തുക ചോദിച്ചുകൊണ്ട് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നയൻതാര തന്നെ ഈ കത്തി പറയുന്നുണ്ട്, ഇത്തരത്തില് കോടതിയിലേക്ക് ഇത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ 10 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, ഞാൻ തോറ്റുപോകും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇതിനകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നയൻതാരയ്ക്ക് തന്നെ അറിയാം എന്തൊക്കെയോ വലിയ രീതിയിൽ തനിക്കെതിരെ തമിഴ്നാട്ടിലെ നിർമ്മാതാക്കളെല്ലാം കൂടെ പ്ലാൻ ചെയ്താണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. അപ്പോൾ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇത്തരത്തിലുള്ളൊരു കത്ത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിനകത്തിൽ ധനുഷിനെയാണ് പ്രധാനമായിട്ട് കോർണർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ട് തന്നെയാണ് നയൻതാര ഈ ഒരു കത്തിനകത്ത് കാര്യങ്ങൾ വെളിപ്പെടുത്തി ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.